റിപ്പോർട്ടഡ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഒരു മുന്നണിയിലേക്കും ഏകീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് കാന്തപുരം AP വിഭാഗം നേതാവ് അബ്ദുൾ ഹക്കീം അസരി. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ്. AP വിഭാഗം പരസ്യമായി ഒരു മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിക്കാറില്ല. ആർക്കായിരുന്നു പിന്തുണയെന്ന് ഫലം വരുന്ന ദിവസം അറിയാമെന്നും അബ്ദുൾ ഹക്കീം അസരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് പ്രതികരണം കേൾക്കാം. കൃത്യമായി അറിയാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇലക്ഷന് മുമ്പാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിൽ അർത്ഥമുണ്ട്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നതിലേ കാര്യമുള്ളൂ. മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ള ഒരു പദ്ധതി ഇവിടെ ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾ പല തട്ടിലും പല രാഷ്ട്രീയത്തിലും പല പാർട്ടിയിലുമാണല്ലോ. സ്വാഭാവികമായും മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ എക്കാലത്തും വോട്ട് ചെയ്യാറുള്ളൂ. മതത്തിൻ്റെ പേരിൽ വോട്ട് ഏകീകരിക്കാറില്ല. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് സംഘടനാ ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. ആ നിലക്ക് തന്നെയാണ് കാലങ്ങളായി നടന്നു വരുന്നത്. അത് ആർക്കാണ് എന്ന് ഇനി ചോദിക്കാൻ പാടില്ല, കാരണം അതൊരിക്കലും പറയാറില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നാലും അവകാശവാദം ഉന്നയിക്കാനും ഞങ്ങളുണ്ടാവില്ല. നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞ വാക്കാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത്. എട്ടുകാലി മമ്മുഞ്ഞിമാര് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന കാന്തപുരം വിഭാഗം എന്നും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനോടൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പം അത് പറയുമോ? അത് പറയില്ല. തെരഞ്ഞെടുപ്പ് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? അവരുടെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അവരുടെ സംഘടനാ ചാനലിലൂടെ ഹക്കീം അസരി പറഞ്ഞ അതേ സംഘടനാ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് പുറത്ത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ഇപ്പം മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വലിയ അനുകൂലമാകുന്ന ഒരു റിസൾട്ട് അല്ല വരാൻ പോകുന്നത് എന്നുള്ള ബോധ്യമാണ്. മാത്രവുമല്ല, മെയ് 4 റിസൾട്ട് വരുമ്പോൾ അത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ അവർ നടന്നു നീങ്ങുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് എട്ടുകാലി മമ്മുഞ്ഞി എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും പിതൃത്വം അവകാശപ്പെടുന്ന ഒരു രീതിയിലേക്ക്, ആ രീതി തന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും അതാണിപ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഇപ്പം അത് പറയാൻ പറ്റൂല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവകാശവാദങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളുടെ വോട്ട് കൊണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. വളരെ കാലമായിട്ട്, അല്ലെങ്കിൽ 1989 മുതൽ 1989 മുതൽ നമ്മുടെ കോഴിക്കോട്ടെ മേനോൻ വക്കീല് ഇവരെ ഉണ്ടാക്കിയ ആ നിമിഷം മുതൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തോടൊപ്പം അല്ലാതെ ഈ വിഭാഗം ആളുകൾ നിന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആരുണ്ടാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്? മേനോൻ വക്കീല്, നമ്മളെ കോഴിക്കോട്ടെ മേനോൻ വക്കീൽ ഉണ്ടാക്കിയ അന്ന് മുതൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ആ നിന്നത് അരിവാൾ സുന്നിക്കാർ ഇന്നും അത് തന്നെയാണ്. അതിൻ്റെ ഒപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. കാരണം ഉണ്ടായത് തന്നെ ലീഗ് വിരോധത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അവിടെ മുതൽ തുടങ്ങിയത് ഇവിടെ വരെ എത്തി നിൽക്കുന്നു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനൊപ്പം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പല അവകാശവാദങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുമ്പ് പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ ഈ പറയുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കം എത്രയോ തവണ ഈ റീസെൻ്റ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ റിപ്പോർട്ടർ ചാനലിൽ നൽകിയ ഒരു പ്രതികരണത്തിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ച് കയറിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവർത്തകർക്ക് ഇതുപോലെ സംഘടനാ ചാനലിലൂടെ നിർദ്ദേശം നൽകുക, ആരെയും അറിയിക്കാതെ, പൊതുസമൂഹത്തെ അറിയിക്കാതെ സംഘടനാ ചാനലിലൂടെ നിർദ്ദേശം നൽകുക. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിജയം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വോട്ട് കുത്തിയത് അരിവാൾ ചുറ്റികക്ക, ജയിച്ചത് കൈപ്പത്തി അടയാളത്തിലുള്ളവരാണെങ്കിൽ, ജയിച്ചത് കോണി അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ അയ്യോ ഞങ്ങളാണ് വിജയിപ്പിച്ചത്, ഞങ്ങളാണ് വോട്ട് നൽകിയത്, ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായിട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ, നാട്ടിക ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ, അങ്ങനെ ഒരാളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നാട്ടിക ഉസ്താദിൻ്റെ ഒരു പ്രയോഗമാണ് എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ ശീലം.
അപ്പോൾ ആ എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ അതേ സ്വഭാവം പുറത്തെടുക്കുക. മനസ്സിലായില്ലേ? ആ സ്വഭാവമാണ് അതിനുള്ള സൂചനയായി ഇപ്പം ഈ വെച്ചത്. എന്ത്? ഞങ്ങളുടെ ഇവരോട് ഇപ്പം തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരുപാട് പത്രക്കാർ ചോദിച്ചു നിങ്ങളുടെ പിന്തുണ ആർക്കാ? അതൊന്നും പറയാൻ പറ്റൂല, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ അന്ന് ചോദിച്ചിരുന്നെങ്കിൽ പറയാമായിരുന്നു. അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് പറയില്ല. അന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പറയില്ല. കാരണം എന്താ? വോട്ട് അരിവാൾ ചുറ്റി വെക്കുക. പക്ഷേ അപ്പുറത്തോരാൾ ജയിക്കുക എന്നുള്ളത് ബോധ്യമുണ്ട്. അപ്പോൾ അപ്പുറത്തോൻ ജയിക്കുമ്പോൾ ഇവനിക്ക് പരസ്യമായ പിന്തുണ കൊടുത്താൽ പിന്നെ 5 വർഷക്കാലം അവൻ്റെ അടുത്ത് പോയാൽ അവൻ ആട്ടി ഓടിക്കുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അന്ന് സംഘടനാ ചാനലിലൂടെ വളരെ കൃത്യമായ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകി. പത്രക്കാർ ചോദിച്ചപ്പോൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ ഇപ്പം പറയാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചോദിക്കുമ്പോൾ ഇനി അത് പറയാൻ പറ്റൂല, അന്ന് ചോദിച്ചിരുന്നെങ്കിൽ പറയായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ കൃത്യമാണല്ലോ. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം മറ്റൊന്നുമല്ല, എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ അതേ സ്വഭാവം, എല്ലാത്തിൻ്റെയും തന്തയാവാനുള്ള ശ്രമം. ഇത് തന്നെയാണ് ആരും നടത്തിയത്? സഖാവ് പിണറായി വിജയനും. കേരളത്തിലെ എല്ലാവരുടെയും തന്തയാവാനുള്ള ശ്രമമായിരുന്നു വിജയൻ്റെത്. വിജയൻ അറിയില്ലല്ലോ വീട്ടിലുള്ള 2 എണ്ണത്തിൻ്റെ തന്ത മര്യാദക്കാവാൻ വിജയന് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ അതേ ലൈൻ, അതേ രീതി മെയ് 4-ന് ഇപ്പോൾ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചവനും കോണി ചിഹ്നത്തിൽ മത്സരിച്ചവനും ഒക്കെ വിജയിച്ച് കയറുമ്പോൾ അയ്യോ ഞങ്ങളാണ് വിജയിപ്പിച്ചത്, ഞങ്ങളാണ് വോട്ട് ചെയ്തത്, ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്നൊക്കെയുള്ള അവകാശവാദവുമായിട്ട് ഇതേ ആളുകൾ ഇറങ്ങിത്തിരിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? റിസൾട്ട് വരുമ്പോൾ അറിയാം. റിസൾട്ട് വരുമ്പോൾ എന്താ? ആരാ ജയിക്കുന്നേ? അവരെ ഞങ്ങൾ വിജയിപ്പിച്ചു എന്നുള്ളതാണ് അവകാശവാദം. അതിനാണ് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇത് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ വോട്ട് ചെയ്തതാർക്കാ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. ഇനി ഇവര് ഈ പറയുന്ന അക്കീമും കൂട്ടരും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞാലും ഇവരുടെ ഈ അനുയായികളുണ്ടല്ലോ, ആ കൂട്ടർക്ക് അത് ദഹിക്കൂല. അത് അരിവാൾ ചുറ്റികക്ക് മാത്രമേ പോകുള്ളൂ. അതങ്ങനെയാണ്. അത് അരിവാൾ സുന്നിയാണ്. അരിവാൾ ചുറ്റികക്ക് മാത്രമേ അത് പോകുള്ളൂ. അങ്ങനെ മാത്രമേ പോയിട്ടുള്ളൂ ഇത്രയും കാലം. പക്ഷെ റിസൾട്ട് വരുമ്പോൾ തന്തയാവാൻ മുന്നിലുണ്ടാകും. ഞങ്ങളുടെ വോട്ടാണ്, ഞങ്ങളുടെ പിന്തുണയാണ്, ഞങ്ങളുടെ വോട്ട് ബാങ്കാണ്, ഞങ്ങളാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും വേറെ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന്, ഇവർ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് തോന്നും. ഏതുപോലെ പിണറായി വിജയൻ പറഞ്ഞില്ലേ, ഞാനില്ലെങ്കിൽ കേരളം നശിക്കും. എന്നെ കണ്ടിട്ടാണ് പരശുരാമൻ അന്ന് മഴ എറിഞ്ഞത്, എന്നെ കണ്ടിട്ടാണ് പരശുരാമൻ മഴ വാങ്ങിയത് തന്നെ എന്നെ കണ്ടിട്ടാണ്. എന്നെ പരശുരാമൻ മനസ്സിൽ കണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ജനിക്കും, പിണറായി വിജയൻ വരും, അപ്പോൾ അയാൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ പറയുന്നില്ലേ, ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഞങ്ങളാണ് എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മുന്നിൽ നിന്ന് പറയാൻ ഇക്കൂട്ടരുണ്ടാകുമെന്നുള്ളതാ. മനസ്സിലായില്ലേ? ഇത് കുറേ കാലം മുമ്പ് തുടങ്ങിയതാ. കൃത്യമായിട്ട് പറഞ്ഞാൽ 89-ൽ മേനോൻ വക്കീൽ ഉണ്ടാക്കിയ അന്ന് മുതൽ തുടങ്ങിയതാ. മനസ്സിലായില്ലേ? അന്ന് മുതൽ ഇത് തന്നെയായിരുന്നു ശീലം. അതുകൊണ്ട് തന്നെയാണ് മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ അദ്ദേഹം വളരെ കൃത്യമായി വളരെ സ്യൂട്ടബിളായ പദം അതിനു വേണ്ടി ഉപയോഗിച്ചത് എട്ടുകാലി മമ്മുഞ്ഞ് എന്ന് അന്ന് നാട്ടിക മൂസ മുസ്ലിയാർ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ അന്ന് മുതലേ ഉള്ള ശീല. ആ ശീലം മാറൂല. മനസ്സിലായില്ലേ? ചുട്ടയിലെ തുടങ്ങിയ ശീലം ചുടല വരെ എന്ന് പറയാറില്ലേ? മേനോൻ വക്കീൽ ഉണ്ടാക്കിയ അന്ന് മുതൽ തുടങ്ങിയ ശീല. ആ ശീലം മാറുമോ? മാറൂല. അപ്പോൾ അതങ്ങനെയേ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങോട്ട് തിരിക്കാനോ ഇങ്ങോട്ട് ഇതൊന്നും ആരും പോയിട്ടില്ല. ഇവിടെ അതൊന്നല്ലല്ലോ വിഷയം. നിങ്ങളുടെ വോട്ട് ആർക്കാണ് എന്നുള്ളതാണ് വിഷയം. ഇനി ആർക്ക് ചെയ്താലും കുഴപ്പമില്ല, ഇപ്പം ആർക്കും ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യമല്ലേ? ഇത്രയും കാലം എന്നല്ല, ഇവരുള്ള കാലത്തോളം, ഈ കഴിഞ്ഞ കാലങ്ങളും വരാൻ പോകുന്ന കാലവും ഈ പറയുന്ന കൂട്ടര് എവിടെ നിൽക്കുള്ളൂ?
വളരെ കൃത്യമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് മുമ്പ് ആ ചിഹ്നം കണ്ട അങ്ങോട്ട് മാത്രമേ പോകുള്ളൂ ഇവർക്ക്. മനസ്സിലായില്ലേ? അവിടേക്ക് മാത്രമേ പോകുള്ളൂ. അപ്പോൾ അതിലൊന്നും ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതൊന്നും ഒരു അഭിപ്രായം പോലും, ഒരാളുടെ പ്രതികരണം വന്നിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ല. ഇത് അങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് അങ്ങനെയുള്ളവരാ. പക്ഷേ എന്തുണ്ടാവും? ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഞങ്ങളെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ഇപ്പം ആരാ ഞങ്ങളെ വോട്ട് കൊണ്ട് ജയിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവർക്ക് ആകെ അന്ന് LDFന് ഈ പറയുന്ന ഒരു MP ആണ് ഉണ്ടായത് അല്ലേ? 21-ൽ 19 UDFനായിരുന്നു. ഒരു MP ആണ് LDFന് ഉണ്ടായത്. അപ്പം ഞങ്ങളെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആര് ജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനിയിപ്പോൾ ആ പറയുന്ന വ്യക്തി നമ്മളെ മന്ത്രിസഭയിൽ നിന്ന് ഇറക്കിയിട്ട് ഡൽഹിക്ക് പറഞ്ഞയച്ച ഒരു മന്ത്രി ഉണ്ടല്ലോ, MP ഉണ്ടല്ലോ, അദ്ദേഹം ജയിച്ചത് ഇവരെ വോട്ട് കൊണ്ടാണോ, അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ജയിച്ചത് എന്ന് പറയുമ്പോൾ ജയം പൊതുവെ UDFൻ്റെ ഭാഗത്തായിരുന്നു. ജനറലായിട്ട് പൊതുവെ ജയം എന്ന് പറയാനുള്ളത് UDFൻ്റെതായിരുന്നു. അപ്പോൾ ആര് ജയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ മനസ്സിൽ ഇപ്പോൾ മോഡിനെ കണ്ടിറങ്ങിയപ്പോൾ എന്താ പറഞ്ഞേ? പറഞ്ഞത് നുണയാണെന്ന് കാന്തപുരം മോഡിനെ കണ്ടിറങ്ങിയിട്ട് NDTVക്ക് നൽകിയത്, NDTVയോട് പറഞ്ഞത് പച്ച നുണയാണെന്ന് ആര് പറയുന്നു? നമ്മളെ ആള് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ജയിക്കുന്നവൻ്റെ കൂടെ കൂടും, വോട്ടെന്നാലും അങ്ങോട്ടാണ്. പക്ഷെ ഇത് ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാ. ഇപ്പം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ വോട്ട് ചെയ്ത ആള് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടം ഇരിക്കും. ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാതെ മറ്റൊരു പേര് വോട്ട് ചെയ്തു, വേറെ ഒരുത്തിന് വോട്ട് ചെയ്തു, ഇവൻ ജയിച്ചു, അപ്പോൾ അവൻ്റെ ഒപ്പം പോയി കൂടാൻ കഴിയുമോ നമ്മളെ കൊണ്ട്? പക്ഷെ ഇവരെ കൊണ്ടത് സാധിക്കും. അതങ്ങനെയാണ്, ഇതുവരെ അങ്ങനെ ആയിരുന്നു, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാ. എട്ടുകാലി മമ്മുഞ്ഞിതായിട്ട് തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ്.